യുദ്ധ ടാങ്കുകളിലെ ഉഗ്രനീക്കത്തിനായി ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ അവരുടെ ടെക്നോളജി ഡെവലപ്മെന്റ് ഫണ്ട് സ്കീമിന് കീഴിൽ ഒരു പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഇന്ത്യയുടെ കവചിത യുദ്ധവാഹനങ്ങൾക്കായി സെഗ്മെന്റഡ് റബ്ബർ ട്രാക്കുകൾ SRT വികസിപ്പിക്കുന്നതിന് ഒരു നൂതന ഇന്ത്യൻ സ്റ്റാർട്ടപ്പുമായി സഹകരിക്കാൻ ഈ സംരംഭം ശ്രമിക്കുന്നുണ്ട്. പരമ്പരാഗതമായി കവചിത വാഹനങ്ങൾ അവയുടെ കരുത്തുറ്റ പ്രകടനത്തിന് സ്റ്റീൽ ട്രാക്കുകളെ ആശ്രയിക്കുന്നു. ഈ ട്രാക്കുകൾ അനിഷേധ്യമായ കരുത്തും ഇടുതലും വാഗ്ദാനം ചെയ്യുന്നുണ്ട് എങ്കിലും അവയ്ക്ക് കാര്യമായ പോരായ്മകളുണ്ട്. സ്റ്റീൽ ട്രാക്കുകൾ വൻതോതിൽ വാഹനത്തിന് അനാവശ്യ ഭാരം ചേർക്കുന്നു. കൂടാതെ പ്രവർത്തന സമയത്ത് അവ കാര്യമായ ശബ്ദവും വൈബ്രേഷനും സൃഷ്ടിക്കുന്നു. ഇത് ജീവനക്കാരുടെ ക്ഷീണത്തിനും രഹസ്യാത്മകതയിൽ വിട്ടുവീഴ്ച ചെയ്യാനും ഇടയാക്കുന്നു. കൂടാതെ സ്റ്റീൽ ട്രാക്കുകൾ റോഡുകൾക്കും മറ്റ് ഉപരിതലങ്ങൾക്കും കേടുപാടുകൾ വരുത്തും. അതേസമയം സെഗ്മെന്റഡ് റബ്ബർ ട്രാക്കുകൾ SRT ശ്രദ്ധേയമായ ഒരു ബദൽ വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സ്റ്റീൽ അല്ലെങ്കിൽ കോമ്പോസിറ്റ് കോഡുകളുമായി റബ്ബർ സംയോജിപ്പിക്കുന്നതിലൂടെ SRTകൾക്ക് സ്റ്റീൽ ട്രാക്കുകളെ അവരുടെ പരിമിതികളെ മറികടക്കാൻ കഴിയും. അത് എങ്ങനെയാണ് എന്നത് നമുക്ക് പരിശോധിക്കാം. ആദ്യം പറയേണ്ടത് കുറഞ്ഞ ഭാരമാണ്. SRT അതായത് സെഗ്മെന്റഡ് റബ്ബർ ട്രാക്കുകൾക്ക് സ്റ്റീൽ ട്രാക്കുകളേക്കാൾ ഭാരം കുറവായിരിക്കും. ഇത് വാഹനത്തിന്റെ മൊത്തത്തിലുള്ള ഭാരം 40% മുതൽ 50% വരെ കുറയ്ക്കാൻ സാധ്യതയുണ്ട്. ഇത് മികച്ച ഇന്ധനക്ഷമത, പേലോഡ് ശേഷി വർദ്ധിപ്പിക്കൽ എന്നിവയിലേക്ക് വിവർത്തനം ചെയ്യുന്നു. മെച്ചപ്പെടുത്തിയ കംഫർട്ട്, അനുയോജ്യതയാണ് അടുത്ത കാര്യം. റബ്ബറിന്റെ അന്തർലീനമായ നനവ് ഗുണങ്ങൾ പ്രവർത്തന സമയത്ത് ശബ്ദവും വൈബ്രേഷനും ഗണ്യമായി കുറയ്ക്കുന്നു. ഇത് ക്രൂവിന് കൂടുതൽ സുഖപ്രദമായ റൈഡിലേക്ക് കാര്യങ്ങൾ എത്തിക്കും, ക്ഷീണം കുറയ്ക്കുകയും ദൗത്യത്തിന്റെ ഫലപ്രാപ്തി മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു. എന്തായാലും ഇന്ത്യൻ കവചിത വാഹനങ്ങൾക്കായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത SRTകൾ വികസിപ്പിക്കുകയാണ് DRDOയുടെ പദ്ധതി. അതേപോലെ തന്നെ ഈ ട്രാക്കുകൾ ഇനി പറയുന്ന പ്രധാന പ്രകടന പാരാമീറ്ററുകൾ പാലിക്കേണ്ടതുണ്ട്. അവ എന്തൊക്കെയാണ് എന്നതിലേക്ക് വരികയാണെങ്കിൽ, കുറഞ്ഞ വീതി 300 mm ശരിയായ കവറേജും സ്ഥിരതയും ഉറപ്പാക്കാൻ, അതേപോലെ ട്രാക്ക് പിച്ച് 140 mm നിലവിലുള്ള സ്പ്രോക്കറ്റ് ഡിസൈനുകളുമായി അനുയോജ്യത ഉറപ്പാക്കാൻ. പിന്നെ പറയേണ്ടത് ഭാരം കുറയ്ക്കലാണ്. താരതമ്യപ്പെടുത്താവുന്ന സ്റ്റീൽ ട്രാക്കുകളേക്കാൾ കുറഞ്ഞത് 30% ഭാരം കുറവാണ്. ദൈർഘ്യം 3000 കിലോമീറ്റർ, കുറഞ്ഞ പ്രവർത്തന ആയുസ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ടത്. ചുരുക്കത്തിൽ DRDO സൊറാവാർ ടാങ്കിൽ ഉപയോഗിച്ചിരിക്കുന്നത് പോലെയുള്ള റബ്ബർ ട്രാക്കുകൾ നിർമ്മിക്കുകയാണ് ലക്ഷ്യം വെക്കുന്നത്. ലഡാക്ക് അടക്കമുള്ള തന്ത്രപ്രധാന യുദ്ധമേഖലകളിൽ ഇത്തരം ലൈറ്റ് ടാങ്കുകളുടെ സാന്നിധ്യം നിർണായകമാണ്. പരമ്പരാഗതമായി യുദ്ധ ടാങ്കുകളിൽ ഉരുക്കുകൊണ്ടുള്ള ട്രാക്കുകളാണ് ഉപയോഗിക്കുന്നത്. ഒരു നാണയത്തിന്റെ ഇരുവശങ്ങൾ എന്ന പോലെ ഇവയ്ക്ക് ഗുണങ്ങളും ദോഷങ്ങളുമുണ്ട്. നിലവിലുള്ള പ്രശ്നങ്ങൾക്ക് പരിഹാരം എന്നോണമാണ് സെഗ്മെന്റഡ് റബ്ബർ ട്രാക്കുകൾ ലക്ഷ്യം വെക്കുന്നത്. സെഗ്മെന്റഡ് റബ്ബർ ട്രാക്കുകളിലേക്ക് വരികയാണെങ്കിൽ, റബ്ബറും ഉരുക്ക് അല്ലെങ്കിൽ പ്രത്യേകതരം കയറുകളും ഉപയോഗിപ്പിച്ചിട്ടാണ് കൂട്ടിയോജിപ്പിച്ചിട്ടാണ് ഇവ നിർമ്മിക്കുക. ഉരുക്ക് ട്രാക്കുകളെ അപേക്ഷിച്ച് ഭാരം കുറവാണെന്നതാണ് SRTകളുടെ പ്രധാന ഗുണം. ഇത് ടാങ്കിന്റെ ഭാരം 40% മുതൽ 50% വരെ കുറയ്ക്കാൻ സഹായിക്കും. ഇന്ധനക്ഷമത വർദ്ധിപ്പിക്കാനും കൂടുതൽ വേഗത്തിൽ സഞ്ചരിക്കാനും കൂടുതൽ ഭാരം എടുക്കാനും ഇത് സഹായിക്കും. ടാങ്കിനുള്ളിൽ ഇരിക്കുന്നവർക്ക് മെച്ചപ്പെട്ട യാത്രയാകുമെന്നതാണ് മറ്റൊരു ഗുണം. അനാവശ്യമായ കുലുക്കവും ഇല്ലാതെയാകും. ഫലത്തിൽ സൈനിക ദൗത്യങ്ങളുടെ കാര്യക്ഷമത വർദ്ധിക്കാൻ ഇത് വലിയ രീതിയിൽ സഹായിക്കും. ഉരുക്ക് ട്രാക്കുകളെ അപേക്ഷിച്ച് റോഡുകളിൽ കുറഞ്ഞ കുഴപ്പങ്ങൾ മാത്രമേ ഇത്തരം ടാങ്കുകൾ വരുത്തുകയുള്ളൂ എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ശരിക്കും പറഞ്ഞാൽ കവചിത വാഹനങ്ങൾക്ക് റബ്ബർ ട്രാക്കുകൾ പൂർണ്ണമായും പുതിയതല്ല. എന്നിരുന്നാലും ഉയർന്ന ഉയരത്തിലും മരുഭൂമിയിലും അടക്കം പ്രത്യേകമായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന സൊറാവാറിന്റെ നൂതന റബ്ബർ ട്രാക്ക് സംവിധാനം ഇന്ത്യൻ സൈനിക സാങ്കേതിക വിദ്യയിലെ ഒരു സുപ്രധാന നൂതനത്വത്തെ തന്നെയാണ് പ്രതിനിധീകരിക്കുന്നത്. നൂതന റബ്ബർ ട്രാക്ക് സംവിധാനം വികസിപ്പിച്ചെടുത്തത് ഉയർന്ന ഉയരത്തിലുള്ള യുദ്ധത്തിനും അതേപോലെ പർവ്വതങ്ങളിലും ജലാശയങ്ങളിലും പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. അർജുൻ MK1A പോലെയുള്ള MBTകളിലും മറ്റ് അന്താരാഷ്ട്ര ഡിസൈനുകളിലും സജ്ജീകരിച്ചിരിക്കുന്ന വേർപെടുത്താവുന്ന റബ്ബർ പാഡുകൾ കൊണ്ട് സജ്ജീകരിച്ചിരിക്കുന്ന പരമ്പരാഗത സ്റ്റീൽ ട്രാക്ക് ഡിസൈനുകൾക്കിടയിൽ ഈ റബ്ബർ ട്രാക്ക് സിസ്റ്റം ഒരു സുപ്രധാന പുതുമ തന്നെയാണ്. ഉയർന്ന ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ റബ്ബർ ട്രാക്കുകൾ നിരവധി ഗുണങ്ങൾ നൽകുന്നുണ്ട്. കഠിനമായതും ദുഷ്കരമായതുമായ ഭൂപ്രദേശങ്ങളിൽ മെച്ചപ്പെട്ട പ്രകടനം കാഴ്ചവെക്കാനും സാധിക്കും. ലഡാക്കിൽ ചൈനയുമായുള്ള അതിർത്തിയിൽ നിലയുറപ്പിച്ചിരിക്കുന്ന ഇന്ത്യൻ സായുധ സേനയുടെ സുപ്രധാന മുന്നേറ്റം തന്നെയാണ് സൊറാവാർ ലൈറ്റ് ടാങ്കിന്റെ വികസനം. ടാങ്കിന്റെ റബ്ബർ ട്രാക്ക് സംവിധാനവും മറ്റ് സവിശേഷതകളും ഇന്ത്യൻ ആർമിയുടെ പർവ്വത യുദ്ധശേഷി വർദ്ധിപ്പിക്കുന്നതിന് വലിയ രീതിയിൽ സഹായകമാകും എന്നതും ഈ ഒരു അവസരത്തിൽ എടുത്തു പറയണം.